ഈ ചോദ്യങ്ങളുടെ കൂരമ്പുകളാണ് ഇവരെ ആ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ട് അവിടെ നിന്നും ഒളിച്ചോടാൻ ശ്രമിക്കുന്നതെന്ന് താങ്കൾ സൂചിപ്പിച്ചല്ലോ. നമുക്ക് ഒന്നുകൂടി ആ ഒരു പ്രതികരണം കാണാം. എന്ത് ചോദ്യത്തിനായിരുന്നു ഇത്തരത്തിൽ ജി സുധാകരൻ കേരളീയ മാധ്യമ പ്രവർത്തകനോട് തട്ടിക്കയറിയത്, വർഗീയവാദി എന്ന് വിളിച്ചതെന്നുള്ള ആ പ്രതികരണം നമുക്കൊന്ന് കണ്ട് ഈ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. ആ പ്രതികരണത്തിലേക്ക്. വർഗീയവാദി ആയിരുന്നു നിങ്ങൾ. പാർട്ടി വരുന്ന വർഗീയ സംഘടനയിലായിരുന്നു, എനിക്കറിയാം. അതെങ്ങനെ പറയാൻ പറ്റും സാറിന്? പറയാൻ പറ്റും. ആ സംഘടന വർഗീയതയുള്ളതായിരുന്നു. സാറിന് തെളിയിക്കാൻ പറ്റുമോ? തെളിയിക്കാൻ പറ്റുമോ? എനിക്ക് വെക്കേണ്ട കാര്യമില്ല, സാറല്ലേ തെളിയിക്കേണ്ടത്. എന്നെ കുറിച്ച് പറയുന്നല്ലോ വർഗീയവാദി. അല്ല സാറേ, വർഗീയവാദി എന്നൊക്കെ ഒരാളെ കയറി വിളിക്കാന്ന് അതെങ്ങനെ, അതിന്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പിന്നെ ഒറ്റയ്ക്ക് വന്ന് വീട്ടിൽ വന്ന് പറയാം. ഇതായിരുന്നു ആ പ്രതികരണം. നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി പ്രേക്ഷകരിലേക്കും താങ്കളിലേക്കും അത് എത്തിച്ചതാണ്. ഇവിടെ ഇങ്ങനെ പല ആവർത്തി വർഗീയവാദി എന്ന വാക്ക് ഉപയോഗിച്ച് ഒരു വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ ചോദ്യത്തിലേക്ക് എത്തിയത് ഒരു അഴിമതിയെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ്. പണം കൈപ്പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചതിന്റെ തൊട്ടുപിറകെയാണ് ഇദ്ദേഹത്തെ വർഗീയവാദി എന്ന് വിളിച്ച് ജി സുധാകരൻ അധിക്ഷേപിക്കുന്നത്. അപ്പോൾ ആ കൂരമ്പുകൾ ഇന്നല്ലെങ്കിൽ നാളെ തങ്ങളിലേക്ക് വരുമെന്നൊരു ബോധമല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത്? അല്ല, ഇത് കൈരളിക്കെതിരെ ദേശാഭിമാനിക്കെതിരെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കടന്നാക്രമണം നടത്തും. കാരണം കൈരളിയും ദേശാഭിമാനിയും അല്ലേ ചോദ്യങ്ങൾ ചോദിക്കും, മറ്റു മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമോ? സതീശന് വിഷമമുള്ള ഏതെങ്കിലും ഒരു ചോദ്യം ചോദിക്കുമോ? അതാണ് യാഥാർത്ഥ്യം. അതാണ് ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ ഇത്തരം ചോദ്യം ചോദിക്കില്ല. ചോദ്യം ചോദിക്കുന്നവർ ഇടതുപക്ഷത്തുള്ള മാധ്യമങ്ങളായിരിക്കും. ആ മാധ്യമങ്ങളെ രണ്ടെണ്ണം പറഞ്ഞാൽ മതിയല്ലോ. അത് ഇവരുടെ എല്ലാ ശീലമാണ്. അപ്പം മാധ്യമ പ്രവർത്തകരെ വ്യക്തിപരമായി ആക്രമിക്കുന്നതിലേക്ക് എത്തി എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. കൈരളിയുടെ ചോദ്യകർത്താവ് ഒരു മുസ്ലിം നാമധാരി ആയതുകൊണ്ട് വളരെ വേഗം മുസ്ലിം നാമധാരിയാണെങ്കിൽ വർഗീയവാദിയാണെന്നുള്ള ഒരു RSSൻ്റെ അല്ലെങ്കിൽ BJPയുടെ ഇന്ത്യ രാജ്യത്തുണ്ടാക്കി വെച്ചിട്ടുള്ള മതപരമായ ഒറ്റപ്പെടുത്തലിൻ്റെ മതപരമായ തൊട്ടുകൂടായ്മയുടെ ഒരു ആഖ്യാനമുണ്ട്. ആ ആഖ്യാനം ജി സുധാകരൻ നെഞ്ചേറ്റുന്നു. അയാൾ കമ്മ്യൂണിസ്റ്റ് ആകുന്ന എങ്ങനെയാണ്? ഇങ്ങനെ മാനിഫെസ്റ്റോ വായിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് അർത്ഥം എന്താ? ചില ആളുകളൊക്കെ നിയമസഭയിൽ ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പഠിപ്പിക്കാൻ നടക്കുന്ന ആളാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നന്നാക്കാൻ നടക്കുന്ന ആളാണ്. സുധാകരനാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നന്നാക്കുന്നത്? ഇങ്ങനെ 3-4 ഒറ്റുകാരുണ്ടായി, ഈ ഒറ്റുകാർ കേരളത്തിൽ ജയിച്ചു എന്നുള്ളതുകൊണ്ട് ഇവരാകെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖങ്ങളായി മാറുകയാണോ? ഇതൊന്നും ആരും വെച്ച് പൊറിപ്പിക്കാൻ പോകുന്നില്ല. താൽക്കാലികമായി സൃഷ്ടിക്കപ്പെട്ട ഒരു വികാരത്തിന് മേലെ വോട്ട് ചെയ്ത ജനങ്ങൾ സ്തബ്ധരായി നിൽക്കുകയാണ്. കാരണം എന്താണ്? ഏതൊരു വണ്ടിയാണോ വരുമെന്നവർ കരുതിയത്, ആ വികസനത്തിൻ്റെ വേഗത്തിലൊരു വണ്ടി വരുമെന്ന് കരുതി ആ വണ്ടി ഇടിച്ച് അവർ ചാകുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. സതീശൻ്റെ വണ്ടി ആർക്ക് വേണ്ടിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്? എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. എന്താണ് ഇത്രയും കാലത്തിനിടയ്ക്ക് അവിടുത്തെ ജനങ്ങൾക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് സഹായകരമായി ചെയ്യുന്നത്? ഈ തെറ്റായ കാര്യങ്ങളെല്ലാം ന്യായീകരിക്കാൻ പഴംപുരാണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളസിക്കുക, ആക്ഷേപിക്കുക, താൻ കൂടി അംഗമായിരുന്നൊരു മന്ത്രിസഭയെ തള്ളിപ്പറയുക. ഇതിനപ്പുറം കെട്ടപ്പെടുത്താൻ ഇനി ഇദ്ദേഹം പറയും. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെലവിൽ പറയണ്ട. അത് സുധാകരൻ മനസ്സിലാക്കൂ. സുധാകരനോട് പറയാൻ ആഗ്രഹിക്കുന്നത് പഴയ പോലെ നടന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പഠിച്ചിട്ട് എവിടെയും അങ്ങ് മേയാമെന്ന് നടക്കണ്ട. UDFന് വേണ്ടി അമ്പലക്കാള നടക്കണ പോലെ ഒരു പ്രകൃതം ഞങ്ങളുടെ മേലെ വേണ്ട. അതിന് വെച്ച് കൊടുപ്പിക്കുന്നില്ല. അത് അമ്പലപ്പുഴ തുടങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലത്ത് ഞങ്ങൾ ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത്തരം ആളുകളെ ഒരു തരത്തിൽ മുന്നോട്ട് പോകാൻ അനുവദിക്കത്തില്ല. ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടി ഇത്തരം തകരകൾ, അത് വളർന്നു വന്ന സാഹചര്യം ഇപ്പോൾ യാദൃച്ഛികമാണ്, താൽക്കാലികമാണ്. അത് പോയി. ആളുകളുടെ മനസ്സിൽ സൃഷ്ടിക്കപ്പെട്ട നുണകളുടെ മേലെയാണ് ഈ ഗവൺമെൻറ് ഉണ്ടായത്. അതൊക്കെ പോയി. അതല്ല യാഥാർത്ഥ്യം ആളുകൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തകരയായിട്ട് നിൽക്കുകയുള്ളൂ. അത് നിലനിൽക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കണം സുധാകരൻ. ശരി സാർ, എന്തായാലും സഖാവെ വളരെയധികം സന്തോഷം. വളരെ വിശദമായി തന്നെ ഈ കാര്യങ്ങൾ CPMന്റെ താങ്കളുടെ നിലപാടും അഭിപ്രായവും വ്യക്തമാക്കിയതിൽ ഞങ്ങളോടൊപ്പം സമയം ചിലവഴിച്ചതിൽ ഒത്തിരി സന്തോഷം. നന്ദി.